കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മോഡൽ നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ നെക്കിന് പറയുന്ന പേര് എന്ന് പറയുന്നത് കൗൾ നെക്ക് എന്നാണ്. റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ വന്നിട്ട് ഒരു എയർലൈൻ ടോപ്പാണ്. അതിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഈ ഒരു നെക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലെയിൻ ഫാബ്രിക്കിൽ, പ്ലെയിൻ അല്ല സ്ട്രൈപ്സ് വരുന്ന മോഡലിലുള്ള ഫാബ്രിക് ആണ്. എന്നാലും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ ഒരു ടോപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഞാനിവിടെ ബനിയൻ ക്ലോത്ത് ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. അതുകൊണ്ടാണ് 1 മീറ്റർ എടുത്തത്. നമുക്കൊരു ടോപ്പ് ചെയ്യാൻ അത്രയും മതി കേട്ടോ. കൗളിനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഫാബ്രിക്കും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കൊഴഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെയുള്ള ഫാബ്രിക് എടുക്കുക. അതായത് പ്യുവർ കോട്ടൺ എടുക്കാതിരിക്കുക. ഒരു കോട്ടൺ റയോൺ മിക്സ് ആണെങ്കിലും കുഴപ്പമില്ല. പ്യുവർ കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല ഫ്ലോ ആയിട്ട് ആ നെക്ക് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും ഫ്ലോ ആയിട്ടുള്ള ടൈപ്പ് ക്ലോത്ത് ഈ ഒരു നെക്ക് ചെയ്യുന്ന സമയത്ത് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പാറ്റേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാറ്റേൺ വരച്ചിട്ട് അത് പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. നമ്മൾ പിന്നെ സ്ക്രീനിൽ ന്യൂസ് പേപ്പർ വരുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു പേപ്പർ എടുക്കുന്നത് കേട്ടോ, ഒരു ചാർട്ട് പേപ്പർ എടുത്തത്. അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം തന്നെ ഷോൾഡർ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ 7 ആണ്, ആ 7 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 മാർക്ക്, അതായത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നമുക്ക് ആം ഹോളിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7 ആണ്, ആ 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈന് നമ്മളൊന്ന് ഉള്ളോട്ടേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് നീക്കി വരയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. അപ്പൊ ഈ ലൈൻ ഒന്ന് ഇതേപോലെ നീക്കി വരയ്ക്കുക, ഉള്ളിലേക്കൊന്ന് നീക്കി വരയ്ക്കുക. ഇനി നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ടുള്ള അളവ് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കാം. ആം ഹോളിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കറക്റ്റ് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെന്ററും നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഞാനൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിൽ ടേപ്പ് ആംഗിൾ ആയിട്ട് പിടിച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. സെന്റർ പോയിന്റ്, നമ്മൾ ഈ 1.5 മാർക്ക് ചെയ്ത പോയിന്റ്, പിന്നെ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റ്, ഈ 3 പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ബാക്കിലുള്ള ആം ഹോൾ വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി സെന്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത 1/2 ഇഞ്ചും നമ്മുടെ ചെസ്റ്റിന്റെ അളവും പിന്നെ നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത പോയിന്റും, ഈ 3 പോയിന്റും കൂടി ടച്ച് ചെയ്തിട്ട് വരച്ചാൽ നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കിട്ടും കേട്ടോ. അതായത് ഇത്ര മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്ക് കയറി വരയ്ക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ആ ഷോൾഡറിന്റെ ഭാഗം പോയിന്റഡ് ആയിട്ട് ഇരിക്കുകയും വേണം. ഇത്രയും ശ്രദ്ധിച്ച് വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്കുള്ള ആം ഹോളായി. ഇതുവരെ നമ്മുടെ നോർമൽ മാർക്കിംഗ് ആണ്, അവിടെ ഒന്നും വ്യത്യാസമില്ല കേട്ടോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നെക്കിന് വിടുത്ത് ഒത്തിരി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ കവിൾ നെക്ക് ചെയ്യുന്ന സമയത്ത് നെക്കിന് വിടുത്ത് ഒത്തിരി കൊടുക്കരുത്. കറക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവ് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിലെ നെക്കിന് ഇറക്കമായിട്ട് ഒരു 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നും കൂടി പറയാം. ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് ബനിയൻ ക്ലോത്ത് ഫാബ്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്ന ഫാബ്രിക് ആയതുകൊണ്ട് നമുക്കൊരു 1/2 ഇഞ്ച് മതി. ഓവർ സ്ട്രെച്ച് ചെയ്യാത്ത ഫാബ്രിക് ആണ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് വരെ നെക്കിന് ഇറക്കം കൊടുക്കാം. ബാക്കിലെ നെക്കിനാണ് പറയുന്നത്. 2 ഇഞ്ച് വരെ ഇറക്കം കൊടുക്കാം. അതിൽ കൂടുതൽ ഒരു കാരണവശാലും കൗൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്ക് ഇറക്കാൻ പാടില്ല കേട്ടോ. ഇതാണ് നമ്മൾ കൗൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്. ഇനി നെക്ക് വിഡ്ത്ത് നമ്മൾ ഈ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിലേക്കൊന്ന് ചരിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. 14.5 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. ഞാൻ വേസ്റ്റിന്റെ അവിടെ വരെ മാത്രമേ പാറ്റേൺ വരച്ചിട്ടുള്ളൂ. വെറുതെ പേപ്പർ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ വരച്ച പ്രകാരം നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിലുള്ള നെക്കും ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മീറ്റർ ആണ് ഫാബ്രിക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫാബ്രിക്കിന് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ട് അതിന്റെ താഴ്ഭാഗത്തുനിന്ന്
സ്ലീവിന് വേണ്ടി ഒരു കുഞ്ഞു സ്ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് മൊത്തമായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആദ്യമേ മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഫാബ്രിക്കിനെ നമ്മൾ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് അതിന് സെന്റർ കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കട്ടിങ് സെപ്പറേറ്റ് ആണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേപോലെ മാറ്റി വെക്കുക കേട്ടോ. ആദ്യം നമുക്ക് ബാക്കിലെ പീസ് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പീസിനെ ഇതേപോലെ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലെ പീസ് മടക്കിയിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ പാറ്റേൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാറ്റേണിൽ 14.5 ഇഞ്ച് വരെ, അതായത് നമ്മുടെ വേസ്റ്റിന്റെ അവിടെ വരെയുള്ള ലെങ്ത് വരെ ഉള്ളൂ. ബാക്കി താഴേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലെയർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എയർലൈൻ ടോപ്പ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും സെയിം ഇതേപോലെ തന്നെ വേസ്റ്റിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹിപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്ലെയർ എടുക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ നോർമൽ രീതി തന്നെയാണ് കേട്ടോ. അതിലൊന്നും വ്യത്യാസമില്ല. പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് അളവാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണം, സീം അലവൻസ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സീം അലവൻസും കൂടി സൈഡിൽ ഇതേപോലെ ആഡ് ചെയ്യണം കേട്ടോ. സൈഡിൽ മാത്രം മതി, വേറെ എവിടെയും ആഡ് ചെയ്യണ്ട. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സൈഡിൽ 2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേസ്റ്റിന്റെ ആ ഭാഗത്തുള്ള പോയിന്റ് നിന്ന് നേരെ താഴേക്ക് എത്രയാണോ ലെങ്ത് കിട്ടുന്നത് സെയിം അതേ ലെങ്ത് തന്നെ നമ്മൾ ഈ ചരിച്ച് വരയ്ക്കുന്ന ലൈനിലും കിട്ടത്തക്ക രീതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ പ്രകാരം നമ്മൾ കട്ട് ചെയ്യുക. ഈ ബാക്കിലുള്ള നെക്കും ഒക്കെ സെയിം അതേപോലെ തന്നെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ കൗൾ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് ഉള്ളോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ലൈനിൽ കട്ട് ചെയ്യുക. ലൈനിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എൻഡിലെത്തും, അതായത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് 2 പീസ് ആക്കി മാറ്റരുത്. അവിടെ കുറച്ച് പേപ്പർ വെക്കുക, അതായത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കുറച്ച് പേപ്പർ അവിടെ വെച്ചിട്ട് അവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുക. 2 പീസായി പോകരുത്. അഥവാ പീസായി പോയാൽ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പോയിന്റ് മാത്രം ഒന്ന് ചെയ്താൽ മതി. ഇനി ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസ് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രീതിയിൽ വേണം ഈ ഒരു പാറ്റേൺ വെക്കാൻ വേണ്ടിയിട്ട്. എവിടെയാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും, അതായത് ഒരു ആംഗിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റിന്റെ താഴേക്ക് വരുന്ന ഭാഗം കറക്റ്റ് നമ്മുടെ ഫോൾഡർ ആയിട്ടുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, നമ്മൾ ഈ വരച്ചിരിക്കുന്ന പാറ്റേണിൽ ഇരിക്കുന്ന ഷോൾഡർ നമ്മൾ ചരിച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. 2, നമ്മുടെ വേസ്റ്റിന് താഴേക്ക് വരുന്ന പോർഷൻ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഇനി ഈ 2 ഷേപ്പുകൾക്കിടയിൽ വരുന്ന ഈ ക്ലോത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച്. ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ 7 ഇഞ്ച്. അതിൽ കൂടുതൽ എടുക്കണ്ട. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നെക്ക് നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങും. അപ്പൊ നമുക്കത് ഇടാൻ വേണ്ടിയിട്ട് പറ്റാതെ വരും. പിന്നെ നിങ്ങളുടെ കംഫർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ഇറങ്ങിയാലും കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ മാക്സിമം ഒരു 7 ഇഞ്ച് വരെ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പാറ്റേൺ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയേണ്ട, ആ ഒരു ചെറിയൊരു പോർഷൻ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. കാരണം നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു 6 ഇഞ്ചാണ് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആം ഹോളിന്റെ പോർഷനൊക്കെ അതേപോലെ തന്നെ ആം ഹോളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ്, നിങ്ങൾ എത്രയാണോ സീം അലവൻസ് കൊടുക്കുന്നത് വെച്ചാൽ ആ സീം അലവൻസ് വെച്ചിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലെ പീസാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് പ്രകാരം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത്. അതായത് ആ ആം ഹോളിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ചു കഴിഞ്ഞിട്ട്, അതായത് ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിലെ ആം ഹോളും ഫ്രണ്ടിലെ ആം ഹോളും വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും കട്ട് ചെയ്ത് നമ്മൾ നിവർത്തുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് കൗളിനൊക്കെ അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ട്. നോർമൽ സ്ലീവാണ്, അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് ഇല്ലാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യോക്കിന്റെ അത്രയും ലെങ്ത്, അതായത് ഒരു വേസ്റ്റ് ലെങ്ത് വരെയെങ്കിലും ലൈനിങ് ഉള്ളോട്ടേക്ക് മടക്കി ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഫ്രണ്ടിലെ പീസ് മടക്കുന്ന സമയത്ത് ചെറിയൊരു പോർഷൻ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നെക്ക് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലൈനിങ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശത്തിന് മുകളിൽ വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് മുകൾ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ, ആ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ ലൈനിങ്ങും ഇല്ല, ലൈനിങ് ഉള്ളോട്ട് ഇട്ട് കൊടുക്കാൻ ക്ലോത്തും ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പറയാം. മുകൾ ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ക്കാം.
ഡബിൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് ചെയ്യുക. ഒത്തിരി വീതിക്ക് മടക്കി തയ്ക്കരുത്. കാരണം ഷോൾഡറിന്റെ അളവൊക്കെ നമ്മൾ കറക്റ്റ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി വീതിക്ക് മടക്കാതെ തിന്നായിട്ട് മടക്കി തയ്ക്കാം. ഇപ്പൊ ഇതേപോലെ ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യണം. ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മറച്ച് പതിച്ചടിച്ചിട്ടില്ല കേട്ടോ. ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. പതിച്ചടിച്ചിട്ടില്ല. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിലെ പീസിന്റെ മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസ്, അതായത് ഓൾറെഡി മുകൾ ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ പീസിന്റെ മുകൾ ഭാഗം നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ നെക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ പതിച്ചടിച്ചിട്ടുള്ള സ്റ്റിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതൊരു അഭംഗി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ പതിച്ചടിച്ച ഭാഗം ഇങ്ങനെ ഉള്ളോട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച്. ഒത്തിരി മടക്കി കൊടുക്കരുത്. ഒത്തിരി മടക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി മടക്കി കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മാത്രമേ മടക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2 സൈഡിലായിട്ടും മടക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പതിച്ചടിച്ചിട്ടുള്ള സ്റ്റിച്ച് ഫ്രണ്ടിലെ നെക്കിലേക്ക് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഷോൾഡർ ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ബാക്കിലെ പീസാണ് നമ്മുടെ കറക്റ്റ് അളവ്. അപ്പൊ അതിന്റെ ഷോൾഡറിന്റെ അതേ രീതിക്ക് ഫ്രണ്ടിലെ പീസ് വരത്തക്ക രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് നമ്മൾ ഈ ക്രോസ് പീസ് പതിച്ചടിച്ചിട്ടില്ലല്ലോ, അപ്പൊ ആ ഒരു പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിലെ പീസിന്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് നൂല് വലിയുന്നതൊക്കെ അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ ബാക്കിലെ നെക്ക് പതിച്ചും കൂടി അടിക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൗൾ നെക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്ന്, നെക്കിന് ഇനി വേറെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലീവ് ഉണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക. സ്ലീവ് ഇല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ആം ഹോളിന്റെ പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യുക. സൈഡ് അളവ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. താഴ്ഭാഗം മടക്കി കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ കൗൾ നെക്ക് വന്നിട്ടുള്ള ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. ഇത് നിങ്ങൾക്ക് എയർലൈൻ ടോപ്പിലാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ എയർലൈൻ ടോപ്പിൽ ചെയ്യാം. ഒരു വെസ്റ്റേൺ ടച്ച് ആണ് നമുക്ക് ഈ ഒരു നെക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.